എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ബാറ്റിൽ ഫീൽഡ് കാണിക്കും. അവിടെ ഡാറുകയാണെങ്കിൽ ഒരുപാട് വൈറ്റ് സെറ്റ്സുകളെ വെട്ടിയെറിഞ്ഞ് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോ ഒരു ഷിനോബി ഇപ്പൊ ഡാറുകയുടെ അടുത്തേക്ക് വരും. ഷിനോബി പറയും, സാർ ഇപ്പോ ഈ ബാറ്റിൽ ഫീൽഡ് അത് കംപ്ലീറ്റ് ക്ലിയർ ആണ്, സോ നിങ്ങൾക്ക് അല്പനേരം പോയി റെസ്റ്റ് എടുക്കാം. ഉടനെ ഡാറുകി അവൻ നൈസായിട്ട് ഇപ്പൊ അവനെ നോക്കി അങ്ങനെ ടേൺ ചെയ്യും. അത് ഡാറുകയല്ല, മറിച്ച് ആ വൈറ്റ് സെറ്റ്സും ആണ്. അവൻ സ്ക്വാഡ് എടുത്ത് അവനെ എന്തെങ്കിലും ചെയ്യും മുമ്പേ റിയൽ ഡാറുകെ അവിടേക്ക് ചാടി വീണ് ആ വൈറ്റ് സെറ്റ്സുവെ വെട്ടിയെറിയും. ഡാറുക ഷിനോബിയോട് പറയും, നിനക്ക് ഇത്രയും ബുദ്ധിയില്ലേ? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും സംശയത്തോടുകൂടെ മാത്രമേ കാണാൻ പാടുള്ളൂ. മാത്രമല്ല ആരുടെ അടുത്തേക്ക് ഇങ്ങനെ ക്യാഷ്വലായിട്ട് പോയി നിൽക്കാൻ പാടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ മുകളിൽ കാണിക്കും. അവിടെയാണെങ്കിൽ ഷിക്കമൊരു ടീമും എല്ലാവരും പരസ്പരം ഡൗട്ട് അടിച്ച് അങ്ങനെ മാറി മാറി നിൽക്കാണ്. ഷിക്കമൊരു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഇത് ശരിക്കും ഒരെട്ടിന്റെ പണി തന്നെയാണ്. ആ വൈറ്റ് സെറ്റ്സു അവൻ എപ്പോഴാണ് നമ്മളൊരാളായി മാറി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരിക എന്നൊരു ഐഡിയയുമില്ല. ചോദിക്കും, എങ്ങനെയെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ അത് കണ്ടെത്തിയേ പറ്റൂ. അതിന് ഷിക്കമൊരു അവൻ പറയും, ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അത് കിട്ടാതിരിക്കില്ല. അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനാവും. അപ്പൊ പെട്ടെന്ന് അവരൊരു ശബ്ദം കേൾക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നെജിയെ കാണിക്കും. സൗണ്ട് വില്ലേജിലെ 4 പേര് അവിടേക്ക് എത്തിക്കഴിഞ്ഞു. കട്ട് ചെയ്താ ഇവിടെ ഷിക്കമരുവിന്റെ മുൻപില് ടയുയാന്ന് പേരുള്ള ഒരുത്തൻ അവർ റീആനിമേറ്റഡ് ആയി ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ അവരുടെ തൊട്ട് മുൻപിലെത്തും. അപ്പൊ ഷിക്കമരു അവനിപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഷിക്കമരു ആദ്യമായിട്ട് ജൂനിയനായതിനു ശേഷം അവന് കിട്ടിയ ആദ്യത്തെ മിഷൻ അത് സാസുകെ റെസ്ക്യൂ ചെയ്യുക എന്നതാണ്. ആ സമയത്ത് ഞങ്ങൾക്കെതിരെ വന്നത് 4 സൗണ്ട് നിഞ്ചകളാണ്. അതേ 4 സൗണ്ട് നിഞ്ചകളാണ് ഇപ്പോ ഷിക്കമരുവിന് നേരെ റീആനിമേറ്റഡായി എത്തിയത്. റീആനിമേറ്റഡായി ഫൈറ്റ് ചെയ്യാൻ അവിടേക്ക് എത്തിയത്. കട്ട് ചെയ്ത ഷിക്കമരു അവനിപ്പോ ചോച്ചിയോട് പറയും, ചോച്ചി വാ, നമുക്ക് 2 പേർക്കും ചേർന്ന് അവരെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് തകർക്കണം. അതിന് ഈനോ പറയും, ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വരാം. വേണ്ട, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ആ വൈറ്റ് സെറ്റ്സു അവൻ എപ്പോ വേണമെങ്കിലും നമ്മളെ ആക്രമിക്കാം. മാത്രമല്ല നിങ്ങളൊരാൾ പോലും ഇപ്പൊ ഞാൻ തന്ന പൊസിഷൻ അതിൽ നിന്ന് മാറാനായിട്ട് പാടില്ല. അങ്ങനെ ആരെങ്കിലും മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഞങ്ങൾ കൊല്ലും. അവർ വൈറ്റ് സെറ്റ്സു ആണെന്ന് മാത്രമായിരിക്കും ഞങ്ങൾ കൺസിഡർ ചെയ്യുക. ഡാറുഗി എന്റെ ഈ തീരുമാനം അത് കറക്റ്റ് ആണോ ചോദിക്കും. അതിന് ഡാറുഗി പറയും, നീയും നിന്റെ അച്ഛനെ പോലെ വളരെ ബ്രേവാണ്. നിന്റെ ഈ തീരുമാനം അത് 100% ശരിയാണ്. അടുത്ത സെക്കൻഡില് ഇപ്പൊ ഷിക്കമരു അവൻ അവിടുന്ന് യാത്ര തിരിക്കും. മറ്റൊരു ഭാഗത്ത് ഇട്ടമാരു അവനിപ്പോ അവന്റെ വെബ് പവർ ഉപയോഗിച്ച് ഒരുപാട് ഷിനോബികളെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലോക്ക് ചെയ്ത് വെച്ചവരിൽ പലരെയും അവൻ വെട്ടിയെറിയും. അതിൽ ചിലര് വൈറ്റ് സെറ്റ്സുകളായിരിക്കും. അപ്പൊ ഹിനട്ട അവൾ ഓടി വന്ന് ഒരു ഷിനോബിയെ അവനെ രക്ഷിക്കും. അവനോട് എത്രയും പെട്ടെന്ന് പോയി ഒളിക്കാൻ പറയും. ഹിനട്ട ചോദിക്കും, ഇത് എന്ത് ടൈപ്പ് ടെക്നിക്കാണ്? അതിന് നെജ് പറയും, ഇതൊരു പ്രത്യേകതരം വെബാണ്. ആ വില്ലൻ അവന്റെ ബോഡിയിൽ നിന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ജെന്റിൽ ഫീസ്റ്റ് പവർ അതുപയോഗിച്ച് മാത്രമേ ഈ വെബ് തകർക്കാൻ കഴിയൂ. സോ ഹിനട്ട എത്രയും പെട്ടെന്ന് ജെന്റിൽ ഫീസ്റ്റ് പവറുള്ള എല്ലാ ഷിനോബീസിനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയോ. നീ അവരെ കൊണ്ടുവരുമ്പോഴേക്കും ആ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ വില്ലനെ അവനെ ഞാൻ കണ്ടുപിടിക്കും. കട്ട് ചെയ്താ ഇവിടെ സാക്കോൺ അവളാണെങ്കിൽ ഓരോ ഷിനോബികളെ വെട്ടിയെറിയും. അപ്പൊ ഷിക്കമരുവും കിബയും അവർ 2 പേരും അവളെ തടയാനായിട്ട് അവളുടെ മുൻപിലേക്ക് വരും. മറ്റൊരു ഭാഗത്ത് ആ ജിറോബു അവനിപ്പോ വലിയ കല്ലുകളൊക്കെ എടുത്ത് ഓരോ ഷിനോബികളുടെയും ദേഹത്തേക്ക് അറഞ്ചം വലിച്ചെറിയും. അത് കണ്ട് ചോച്ചി അവനിപ്പോ ഒരു ബോളായി മാറി വമ്പ സ്പീഡിൽ ഉരുണ്ടുവന്ന് അങ്ങനെ ആ തടിയനെ ഇടിച്ച് തെറിപ്പിക്കും. ചോച്ചിക്കാണെങ്കിൽ അവരുടെ പഴയ ഫൈറ്റ് ഓർമ്മ വരും. ചോച്ചി പറയും, അന്ന് ആ ഫുട്പില്ല് ഞാൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഉറപ്പായാലും എനിക്ക് എന്റെ ജീവൻ നഷ്ടപ്പെട്ടേനെന്ന് പറഞ്ഞ് ഇപ്പൊ അവനെ പുറഞ്ച് ഇടിക്കും. ജിറോബു അവന്റെ കേഴ്സ് മാർക്ക് പവർ അതെടുത്ത് ഇപ്പൊ ചോച്ചി അടിക്കാൻ റെഡി ആയിട്ട് നിൽക്കും. ചോച്ചിയാണെങ്കിൽ ആ ബട്ടർഫ്ലൈ പവർ അതങ്ങനെ എടുത്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴേക്കും ആ വില്ലൻ ഇപ്പൊ ചോച്ചിയെ ഇടിച്ചു തെറിപ്പിക്കും. കട്ട് ചെയ്ത ആ കിട്ടമാരു അവൻ ലോങ് റേഞ്ചിൽ നിന്ന് ഒരു അമ്പെടുത്ത് നെജിക്ക് നേരെ എയിം ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നെജി അവനും ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഇതേ വില്ലൻ തന്നെയാണ് ഒരുപാട് അമ്പുകള് നെജിയുടെ ഷോൾഡറിലേക്ക് പുറഞ്ചം എയ്തത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റില് വില്ലൻ വീണ്ടും നെജിയുടെ ബ്ലൈൻഡ് സ്പോട്ട് അത് കറക്റ്റ് ആയിട്ട് എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഉടനെ നെജി അവൻ ഉഷാറായിട്ട് ഇപ്പൊ ചാടി ഓടും. ഇവിടെ കിബ അവനിപ്പോ ആ സക്കോണിനെ അറ്റാക്ക് ചെയ്യാൻ വമ്പൻ ആയുധങ്ങളും ആക്ഷൻസും ഒക്കെ ഇട്ട് അങ്ങനെ നിൽക്കും.
പക്ഷെ സക്കോൺ അവനിപ്പോ 4 കാലുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കിബയെ നോക്കി അങ്ങനെ മുരച്ചു നിൽക്കും. സക്കോൺ ചോദിക്കും, എന്തു പറ്റി ഇത്തവണ നിന്റെ മുഖത്ത് ടെൻഷനൊന്നും കാണുന്നില്ലല്ലോ? അന്ന് നിങ്ങൾ രണ്ടുപേരും ജസ്റ്റ് മിസ്സിൽ നിന്നാണ് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ 2ആയിട്ട് പിരിഞ്ഞ് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും. ഇവിടെ കിബ അവൻ അക്കമൊരു പട്ടിക്കുട്ടിയെ ജയന്റ് അക്കമൊരു പട്ടിക്കുട്ടിയാക്കി മാറ്റി അവരും ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. വില്ലനുടനെ വലിയ 3 ഡോറ് അതങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ആ മോൺസ്റ്റർ ഡോറ് അത് കാണുമ്പോൾ തന്നെ കിബയുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ടയൂയ അവളുടെ ഫ്ലൂട്ട് എടുത്ത് ഊതി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അവളുടെ ഗെഞ്ചിപ്സൂല് അങ്ങനെ ലോക്ക് ചെയ്തിടും. ഷിക്കമരു ആണെങ്കിൽ അവിടേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഷിക്കമരു കാണും അവള് ലോങ് ഷോട്ടിലായിട്ട് ആ ഫ്ലൂട്ട് നിൽക്കുന്നത്. ഷിക്കമരുവിന് മനസ്സിലാവും ജൊന്നിയൻ ലെവലിലെ ആൾക്കാര് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇവളുടെ ഗെഞ്ചിപ്സൂല് പെട്ടുപോവാതെ അവളെ തടയാൻ കഴിയൂന്ന് പറഞ്ഞ് ഷിക്കമരു പുറകിലേക്ക് മാറും. അതേസമയം 2 ഷിനോബികള് അവളെ അറ്റാക്ക് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് ചാടി വീഴും. അവർ രണ്ടുപേരെയും അവൾ ഡബിൾ സ്പീഡില് അവിടുന്ന് അടിച്ച് തെറിപ്പിക്കും. അതേസമയം ഷിക്കമരു അവനവിടുന്ന് മൂവ് ചെയ്ത് മാറാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനും ഓൾറെഡി അവളുടെ മ്യൂസിക്കിൽ പെട്ടുപോയി. അവനാണെങ്കിൽ ഇപ്പൊ അനങ്ങാൻ കഴിയില്ല. അതേസമയം ഇവിടെ ആ ജിറോബു അവനിപ്പോ ചോദിച്ചോട് വിളിച്ചു പറയും, ഡാ ഉണ്ടപ്പാ, നിനക്കിപ്പോ പഴയ അത്രയും കഴിവോ പവറോ ഒന്നുമില്ല. ഇത്തവണ ഉറപ്പായിട്ടും എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ അന്ത്യം. കട്ട് ചെയ്താ ഇവിടെ നെജിയുടെ ബ്ലൈൻഡ് സ്പോട്ടില് ആ ഒരു വില്ലൻ കറക്റ്റ് ആയിട്ട് അമ്പെയ്യും. ഇവിടെ ടയൂയ അവളിപ്പോ പതിയെ ഷിക്കമരുവിന്റെ തൊട്ടടുത്തേക്ക് വരും. അവൾ ഷിക്കമരുവിനോട് പറയും, ഇതാണ് ഞങ്ങളുടെ സമയം, ഞങ്ങളിപ്പോ കൂടുതൽ പവർഫുൾ ആണ്. എന്റെ പവർ കണ്ട് എനിക്ക് തന്നെ ഇപ്പൊ അത്ഭുതം തോന്നുകയാണ്. സോ ഉറപ്പായിട്ടും ഇത്തവണ നീ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോവില്ല. അവളൊരു കത്തിയെടുത്ത് ഇപ്പൊ ഷിക്കമരുവിനെ വെട്ടാൻ മുൻപോട്ട് എടുത്തു ചാടും. പക്ഷെ ഷിക്കമരു അവനൊരു കൂസലും ഇല്ലാതെ അവളെ നോക്കി നിൽക്കും. അവൾ എടുത്തു ചാടും. കറക്റ്റ് ഒരു ബോംബിൽ ചവിട്ടി അവളങ്ങനെ പൊട്ടിത്തെറിക്കും. സോ പെട്ടെന്ന് തന്നെ അവളുടെ ഗെഞ്ചിപ്സു അത് ബ്രേക്കായി ഗെഞ്ചിപ്സുണ്ടായിരുന്ന എല്ലാവരും ഇപ്പൊ രക്ഷപ്പെടും. അവൾ വീണ്ടും ഇപ്പോ റീആനിമേഷനിലൂടെ ക്രിയേറ്റ് ആയി വരും. അതിനുശേഷം ഫ്ലൂട്ട് എടുത്ത് ആഞ്ഞൂതും. പക്ഷെ അവൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഇപ്പൊ നെജിയെ അവളുടെ ഗെഞ്ചിപ്സൂല് വീഴ്ത്താനായിട്ട് കഴിയില്ല. അവനൊരു കോട്ടുവായൊക്കെ വിട്ട് അങ്ങനെ ഹായായിട്ട് നിൽക്കാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് അവന്റെ ചെവി കാണിക്കും. ഷിക്കമരു പറയും, നീ എന്താ പറഞ്ഞേ? നിനക്കും നിന്റെ ഫ്രണ്ട്സിനും ആ കേഴ്സ് മാർക്കിന്റെ പവർ അത് അധികമായെന്നല്ലേ? പക്ഷെ അതുകൊണ്ട് യാതൊരു യൂസും ഇല്ല. കട്ട് ചെയ്താ ഇവിടെ ചോച്ചി അവനാ വില്ലനോട് പറയും, അന്ന് എനിക്ക് ഫുഡ് പിൽസ് ആവശ്യമായിട്ട് വന്നു, പക്ഷെ ഇന്ന് നിന്നെ തകർക്കാൻ എനിക്ക് ആ ഫുഡ് പിൽസിന്റെ ആവശ്യമില്ല. അത്രയും പറഞ്ഞ് ചോച്ചി ഒരൊറ്റ കൈ കൊണ്ട് അവൻ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. ഇവിടെ നെജി ആണെങ്കിൽ അമ്പ് കൊണ്ട് തെറിച്ചു പോവാണ്. ആക്ച്വലി അത് നെജി അല്ല, അവന്റെ ഒരു ക്ലൗൺ ആണ്. അങ്ങനെ നമ്മുടെ ആൾക്കാർ ഓരോരുത്തരും ഇപ്പൊ വില്ലന്മാരെ തന്ത്രപരമായി നേരിട്ട് തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ഷിക്കമരു അവനവന്റെ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ ടയൂയ പെണ്ണിനെയും അവൾ ക്രിയേറ്റ് ചെയ്ത ആ മോൺസ്റ്റേഴ്സിനെയും ഈസി ആയിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ടയൂയ്ക്കാണെങ്കിൽ ആ ഷാഡോ ക്ലൗണിൽ പെട്ട് അവളുടെ ഫ്ലൂട്ട് പോലും ഇപ്പൊ വായിക്കാനായിട്ട് ആവില്ല. നെജി ആണെങ്കിൽ ഇപ്പൊ ടയൂയെ അട്ടിച്ച് തെറിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചോച്ചി അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ കിറ്റമാരുവിനെ നെജി അവൻ കാലേ വാരി ഒരൊറ്റ അടി. അവസാനമായിട്ട് കിബ അവനിപ്പോ സാക്കൂൻ വില്ലനെ അങ്ങനെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. ഒരു വിധത്തില് നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ആ വില്ലന്മാരെ ഓരോരുത്തരായിട്ട് തകർത്ത് കളഞ്ഞു. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പൻ അവൻ ഓടി ഏതോ ഒരു ഇല്യൂഷനിലേക്ക് പോവും. ഒരു നെഗറ്റീവ് ഇല്യൂഷനാണ് അത്. കുട്ടപ്പനെ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്യാൻ ആരംഭിക്കും. അപ്പൊ അതേസമയം നമ്മുടെ ആൾക്കാർ ലോക്ക് ചെയ്ത ആ വില്ലന്മാര് അവരിപ്പോ പഴയ പവർ തിരിച്ചു കിട്ടി ഇപ്പൊ ചിരിക്കാനായിട്ട് തുടങ്ങും. ഉടനെ ആ വില്ലന്മാര് ചോച്ചി, കിബ, ഷിക്കമരു, നെജി അവര് 4 പേരെയും അവരുടെ ഒരു വേൾഡിലേക്ക് പിടിച്ചു വലിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.